10 ലക്ഷം ലിറ്ററാണ് അവർ പറയുന്നത് പ്രതിദിനം. അപ്പോൾ അത് എന്ത് മാനദണ്ഡത്തിലാണ് അത്തരത്തിലൊരു വെള്ളം ഒരു സ്വകാര്യ കമ്പനി കൊടുക്കുന്നത്? വെള്ളത്തിന് അതിരൂക്ഷമായ ക്ഷാമമുള്ള സ്ഥലമാണ്. മദ്യം കൊണ്ട് ഈ പ്രശ്നം മദ്യം കൊണ്ടുണ്ടാകുന്ന വിഷയം മാത്രമല്ല, സാധാരണക്കാരായ പാവങ്ങൾക്ക് കുടിവെള്ളം മുട്ടുന്ന ഒരു പദ്ധതി കൂടിയാണിത്. അതാണ് ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത നയം തന്നെ. മദ്യം പതുക്കെ നിർത്തലാക്കും. ഒരു ഭാഗത്ത് സർക്കാർ മദ്യം ഒഴുക്കുമ്പോൾ മറുഭാഗത്ത് ലഹരി മാഫിയ പിടിമുറുക്കിയിരിക്കുകയാണ്. ഇതൊരു സാമൂഹിക വിപത്താണ്. അപ്പോൾ ഈ സർക്കാർ ചിന്തിക്കേണ്ട അവസ്ഥ മറികടന്നിരിക്കുകയാണ് സാഹചര്യം. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ലഹരി പ്രോത്സാഹിപ്പിക്കുന്ന, ഈ മദ്യം പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ നടപടികളും സർക്കാർ പിന്മാറണം. നമസ്കാരം. പാലക്കാട് കഞ്ചിക്കോട് പുതിയ മദ്യനിർമ്മാണശാല ഉയരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ജനങ്ങളിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കഞ്ചിക്കോടാണ് ഇത്തരത്തിൽ പുതിയ മദ്യനിർമ്മാണശാലയുടെ പ്രവർത്തന നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് വലിയ രീതിയിലുള്ള ജനരോക്ഷം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ലഹരി നിർമ്മാർജ്ജന സമിതി ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഭാരവാഹിയായ ലത്തീഫ് ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്ന ആവശ്യം, ഇപ്പോൾ പുതിയതായി പാലക്കാട് പുതിയ മദ്യ ഫാക്ടറി തുടങ്ങാൻ ഗവൺമെൻറ് അനുമതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അനുമതി അത് പാടില്ല. അത് ഒരിക്കലും കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അത് പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നത്തെ ഈ സമരം. അതുമാത്രമല്ല, അതിനോടൊപ്പം കേരളത്തിലെ മദ്യശാലകൾ ഓരോ ദിവസം പള്ളിക്കൂടങ്ങളുടെ സ്ഥിതിയിൽ നിന്നും മാറ്റുന്നു, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ മാറ്റുന്നു. ഇതൊക്കെ ഒരിക്കലും അനുവദിക്കാൻ പറ്റാത്ത വിഷയമാണ്. ഇന്ന് ഞങ്ങൾ നടത്തുന്ന ഈ സമരം എന്ന് പറയുന്നത് പാലക്കാട്ടെ ഈ മദ്യ ഫാക്ടറി തുടങ്ങുന്നതിനുള്ള അവിടെ കാഞ്ചിക്കോട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ വെള്ളത്തിന് പ്രയാസപ്പെടുന്നതാണ് കേരളത്തിലെ ജനത. അപ്പോൾ പാലക്കാട് ജില്ലാ പ്രസിഡൻ്റാണ് ഞങ്ങളുടെ തങ്ങളും ഇവരൊക്കെ, അവിടുത്തെ ആളുകളുമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അവിടെ ഇത് ഒരിക്കലും അനുവദിക്കില്ല. അതിനെതിരെ സൂചന പണിമുടക്ക ഒരു സമരമാണ് ഞങ്ങൾ ഇന്ന് നടത്തുന്നത്. സംസ്ഥാന ലഹരി നിർമ്മാണ സമിതിയുടെ സംസ്ഥാന ഭാരവാഹികളും ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിമാരുമാണ് ഇന്നത്തെ ഞങ്ങൾ ഈ ധർണയിൽ പങ്കെടുക്കുന്നത്. ഇനി ഞങ്ങൾ ഈ സമരം അവിടെ ഇത് തുടരുകയാണെങ്കിൽ ഞങ്ങൾ പാലക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭത്തിന് എല്ലാ ബഹുജനങ്ങളെയും രാഷ്ട്രീയ പാർട്ടികളെയും ഈ ആശയവുമായി യോജിക്കുന്ന ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമരം നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സമരമാണ് ഇന്ന് നടക്കുന്നത്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഇത് തീരുമാനമായി എന്ന് പത്രദ്വാരകളിലൂടെയും അതേപോലെ ഞങ്ങളുടെ LSൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, ഞങ്ങളുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് MLA ആണ്, കുർക്കോളി മൊയ്തീൻ MLA ആണ്. അദ്ദേഹവുമായി ഞങ്ങൾ ഈ വിഷയം സംസാരിച്ചപ്പോൾ ഗവൺമെൻറ് ആ ഒരു ആശയത്തിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത്. അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടില്ല, പക്ഷേ അത് തുടങ്ങാനുള്ള ഏർപ്പാടുകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയുള്ള സമരമാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. മദ്യശാല വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ വരൾച്ച ബാധിച്ച പ്രദേശമാണ് കഞ്ചിക്കോട് ഭാഗമൊക്കെ. അപ്പോൾ അത് അവിടെയുള്ള ജനങ്ങൾക്ക് കുടിവെള്ളത്തിന് പ്രയാസം അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ സോഴ്സ് അത് അവിടെയുള്ള കുടിവെള്ള പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾക്കാണ് ശരിക്കും അതൊക്കെ നമ്മൾ കൊടുക്കേണ്ടത്. ഗവൺമെൻറ് അതിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത്. കേവലം ഒരു മദ്യശാല ജനങ്ങൾക്ക് ദൂരവ്യാപകമായി പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംരംഭമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഗവൺമെൻറ് പിന്മാറുകയാണ് വേണ്ടത്. മാനവികത ഉയർത്തിപ്പിടിക്കാൻ ഗവൺമെൻറ് തയ്യാറാവണം. അതാണ് പറയാനുള്ളത്. അത് നമ്മളെ പാലക്കാട് ജനങ്ങളെ മാത്രമല്ല, അങ്ങനെ ഒരു മദ്യശാല വരുന്ന സമയത്ത് അത് ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതിയാണല്ലോ. അതിൽ നിന്നൊക്കെ സർക്കാർ പിന്മാറണം. അത് പാലക്കാട് ജനങ്ങൾ മാത്രമല്ല, പാലക്കാട് ജനങ്ങളെ വരൾച്ചയുടെ പ്രശ്നം, അതുപോലെ തന്നെ അത് അവിടെയുള്ള വെള്ളത്തിൻ്റെ സോഴ്സുകൾ കാര്യങ്ങളൊക്കെ, അത് ഇപ്പോൾ മലമ്പുഴ ഡാമിൽ നിന്നാണ് വെള്ളം ശേഖരിക്കാൻ അവർ 10 ലക്ഷം ലിറ്ററാണ് അവർ പറയുന്നത് പ്രതിദിനം. അപ്പോൾ അത് എന്ത് മാനദണ്ഡത്തിലാണ് അത്തരത്തിലൊരു വെള്ളം ഒരു സ്വകാര്യ കമ്പനി കൊടുക്കുന്നത്? ഏതെങ്കിലും ഒരു കമ്പനി അങ്ങനെയുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നാൽ അവർക്കും അത് കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ പ്രദേശവാസികൾക്ക് അതിന് വലിയ പ്രയാസങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. പ്രാദേശികമായിട്ട് അവിടെ ഭയങ്കര എതിരായിട്ടുള്ള വികാരമാണ് ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് സർക്കാർ പിന്മാറുക, ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ പിന്മാറുക. അത് ലഹരി നിർമ്മാർജ്ജന സമിതി ഈ സമരം ഒരു സൂചന മാത്രമാണ്. ഈ സമരം ഇവർ പിന്മാറിയാലേ ഈ സമരം അവസാനിക്കുള്ളൂ. ലഹരി നിർമ്മാർജ്ജന സമിതിയിൽ പ്രതിജ്ഞാബദ്ധമാണ്. മറ്റേ പ്ലാച്ചിമട വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളൊക്കെ അറിയാലോ. അതും ആ പരിസരമാണ് ഈ പറയുന്ന സ്ഥലം. വെള്ളത്തിന് അതിരൂക്ഷമായ ക്ഷാമമുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഇനി ഉള്ളതും കൂടി അവർ ഊറ്റിയെടുത്താൽ ആ പ്രദേശത്ത് ഇപ്പോൾ തന്നെ പൂർണ്ണമായും ആ പ്രദേശവാസികൾക്ക് കുടിവെള്ളം കിട്ടുന്നില്ല, അല്ലേ? കിട്ടുന്നില്ല. പക്ഷേ ഇതുകൂടി വന്നാൽ
ആർക്കും കിട്ടാത്ത ഒരവസ്ഥയിൽ ഒരു രൂക്ഷമായ പ്രശ്നം മദ്യം കൊണ്ട് ഈ പ്രശ്നം മദ്യം കൊണ്ടുണ്ടാകുന്ന വിഷയം മാത്രമല്ല, സാധാരണക്കാരായ പാവങ്ങൾക്ക് കുടിവെള്ളം മുട്ടുന്ന ഒരു പദ്ധതി കൂടിയാണിത്. അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതുകൊണ്ടാണ് LNS തീരുമാനിച്ച് അറിഞ്ഞ ഉടനെ തന്നെ ഇത്തരത്തിലുള്ള സമരത്തിന് മുമ്പോട്ട് വന്നത്. ഈ പ്രദേശത്ത് മദ്യശാല വരേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടോ? ഒരു രീതിയിലും ഇല്ലല്ലോ. ധാരാളം ഇവിടെ മദ്യശാലകളുണ്ട്, ധാരാളം സ്ഥലങ്ങളിലുണ്ട്. മാനദണ്ഡമൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ ഇതൊക്കെ നടക്കുമ്പോഴും പിന്നെ പ്രത്യേകിച്ച് ഒരു മദ്യ ഫാക്ടറി തന്നെ ഇവിടെ തുടങ്ങുക എന്ന് പറഞ്ഞാൽ കേരളത്തിന് ഒരിക്കലും ഈ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത നയം തന്നെ മദ്യം പതുക്കെ നിർത്തലാക്കും, അങ്ങനെ അനാവശ്യമായി കൊടുക്കില്ല എന്നാണ് അവർ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അവരുടെ പ്രകടനപത്തിൽ പോലും ഉള്ളതാണ്. പക്ഷേ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനവും വരുമാനം മദ്യത്തിൽ നിന്നും ആണ്, അല്ല അത് നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷേ അത് ഞങ്ങൾ പറയുന്നത് ഘട്ടം ഘട്ടമായി അതിനൊരു കുറച്ച് കൊണ്ടുവരികയെങ്കിലും ചെയ്യണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതൊരിക്കലും നമുക്ക് സാമ്പത്തിക പ്രശ്നം ശരിയാണ്, സാമ്പത്തികമായ വിഷയം കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ വലിയ പ്രശ്നം തന്നെയാണ്. അത് മറച്ചു വെച്ചുകൊണ്ടല്ല ഞങ്ങൾ. പക്ഷേ എന്ത് ദുഷ്പ്രവൃത്തി ചെയ്തും സാമ്പത്തികം ഉണ്ടാക്കുക എന്നുള്ള ആ നയം നമ്മൾ ശരിയല്ലല്ലോ. അതിന് മാർഗം കണ്ടെത്തണം. അതിനാണല്ലോ ഗവൺമെൻറ്റുകൾ പുതിയ പുതിയ പദ്ധതികൾ പരിപാടികൾ കൊണ്ടുവരണവും ഒക്കെ ആലോചിക്കേണ്ടത്. അതാണ് 1979 സോവിയറ്റ് റഷ്യയുടെ ഭരണാധികാരിയായിരുന്ന മിഖായിൽ ഗോർബച്ചേവ് ഈ മദ്യം വിൽക്കുന്നത് അതിൻ്റെ വർജനത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് റവന്യൂ വരുമാനം, നേരത്തെ റവന്യൂ വരുമാനത്തെ പറ്റി സംസാരിച്ചുകൊണ്ടാണ്, അന്ന് റവന്യൂ വരുമാനത്തേക്കാൾ കൂടുതൽ മദ്യം വിൽപ്പനയിൽ വരുമാനം ഉണ്ടായിരുന്നു. 24.4 ബില്യൺ റൂബിളാണ് അന്ന് വരുമാനം ഉണ്ടായിരുന്നത്. പക്ഷേ സാമൂഹിക പരിസ്ഥിതി മാറി. അവിടെ ബാലപീഡനങ്ങൾ വർദ്ധിച്ചു, ആത്മഹത്യ വർദ്ധിച്ചു, പിന്നെ വിവാഹമോചനങ്ങൾ, ജോലിസ്ഥലത്ത് ജോലിക്കാർ മരണപ്പെടുക, അങ്ങനെയുള്ള സാമൂഹിക ശിഥിലത റഷ്യയിലുണ്ടായി. അപ്പോൾ അത് ഇവരുടെ നേതാക്കന്മാർ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളണം. ഇവിടെ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെത്തി. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇപ്പോൾ ഒരു അമ്മയെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഒരു മകൻ കൊലപ്പെടുത്തിയില്ലേ? അച്ഛനെ കൊലപ്പെടുത്തി. അതുപോലെ തന്നെ പാലക്കാട് ഇന്നൊരു സംഭവം ഉണ്ടായി. ഒരു സ്കൂളിൽ ഒരു പ്രധാന അധ്യാപകനെ ഒരു കുട്ടി ഭീഷണിപ്പെടുത്തുന്ന രംഗം സോഷ്യൽ മീഡിയയിലൊക്കെ വർദ്ധിച്ചു വരുന്നില്ലേ? അപ്പോൾ ഈ സർക്കാർ ചിന്തിക്കേണ്ട അവസ്ഥ മറികടന്നിരിക്കുകയാണ് ആ സാഹചര്യം. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ലഹരി പ്രോത്സാഹിപ്പിക്കുന്ന, ഈ മദ്യം പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ നടപടികളിൽ നിന്നും സർക്കാർ പിന്മാറുന്നതാണ് ലഹരി നിർമ്മാണ സമിതിക്ക് ഉച്ചസ്ഥിരം പറയാനുള്ളത്. അത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതൊരു സാമൂഹിക വിപത്താണ്. ഇതിനെതിരെ പോരാടുക. ജനങ്ങളെല്ലാവരും, ലഹരി നിർമ്മാർജ്ജന സമിതി മാത്രമല്ല, എല്ലാവരും ഇതിനെതിരെ പോരാടണം. ഈ സർക്കാരും പോരാടണം. ഈ ഇത്തരത്തിലുള്ള സാമ്പത്തിക ലാഭം മാത്രം കണ്ടുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള പ്രവണതയിൽ നിന്ന് സർക്കാരുകൾ മുഴുവൻ പിന്മാറണം. എല്ലാ ഉദ്യോഗസ്ഥരും പിന്മാറണം. എല്ലാ ആളുകളും ഇതിൽ നിന്ന് പിന്മാറി നമ്മുടെ ജനങ്ങളുടെ, യുവതയുടെ, വിദ്യാർത്ഥികളുടെയൊക്കെ ഭാവിക്ക് വേണ്ടിയിട്ട് എല്ലാവരും നിലകൊള്ളണമെന്നാണ് ലഹരി നിർമ്മാർജ്ജന സമിതിക്ക് അഭ്യർത്ഥിക്കാനുള്ളതും സൂചിപ്പിക്കാനുള്ളതും അത് ഓർമ്മപ്പെടുത്താനുള്ളതും. എന്തായാലും കഞ്ചിക്കോട് നിവാസികൾക്ക് ഈ ഒരു മദ്യനിർമ്മാണശാല വേണ്ട എന്നുള്ള ഒരു സ്വരം തന്നെയാണ്. അതെ, കഞ്ചിക്കോട് നിവാസികൾക്ക് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഈ ഒരു മദ്യശാല ഫാക്ടറി അവിടെ വേണ്ട എന്നുള്ളത് തന്നെയാണ്. കാരണം അവിടെ സാധാരണക്കാരായിട്ടുള്ള കൃഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ആവശ്യത്തിന് തന്നെ വെള്ളം കിട്ടാത്തൊരവസ്ഥയുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഫാക്ടറി വന്നാൽ ദിനം 10 ലക്ഷം ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്ന ഒരു ഫാക്ടറി അവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താവും? കേരളത്തിലെ ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട ഒരു സർക്കാർ, അവിടെ ഒരു സാധാരണക്കാരായ ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട സർക്കാരാണ് ഇങ്ങനെയുള്ള ഈ രൂപത്തിലുള്ള ഈ മദ്യനയവുമായി മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഈ സർക്കാർ വരുന്നതിന് മുമ്പ് 27 മദ്യഷാപ്പുകൾ ഉണ്ടായിരുന്ന ഈ കേരളത്തിൽ ഇന്നിപ്പോൾ എത്ര മദ്യഷാപ്പുകളാണ് എത്ര വർദ്ധിച്ചത്? എന്തൊക്കെ മദ്യവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്? ഓൺലൈനായിട്ടുള്ള മദ്യം, പിന്നെ ഈ സ്കൂൾ തലങ്ങളിൽ, കോളേജ് തലങ്ങളിലും ക്യാമ്പസ് തലങ്ങളിലൊക്കെ വീര്യം കുറഞ്ഞ മദ്യം വിതരണം ചെയ്യുക എന്നുള്ള ഒരു ഇത് കൊണ്ടുവന്നു. അത് ഓൺലൈനായിട്ട് മദ്യം വിതരണ സംവിധാനം കൊണ്ടുവന്നു. ഈ രൂപത്തിലൊക്കെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അത് LNS എന്ന് പറയുന്നത് നമ്മുടെ സംഘടന മദ്യത്തിന് മാത്രമല്ല ലഹരിക്കും കൂടെ, ലഹരി വിരുദ്ധ, അതായത് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ഭാഗത്ത് സർക്കാർ മദ്യം ഒഴുക്കുമ്പോൾ മറുഭാഗത്ത് ലഹരി മാഫിയ പിടിമുറുക്കിയിരിക്കുകയാണ്. ഈ ലഹരി മാഫിയ പിടിമുറുക്കിയിട്ട് ആ ലഹരി മാഫിയക്കെതിരായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഒരു ചലനവും നടക്കുന്നില്ല. കാരണം ലഹരിക്കെതിരായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മളെക്കാളുള്ള ആളുകളെ അപ്പുറത്ത് സർക്കാരാണ് അതിന് പിന്നാലെ പോകേണ്ടത്. അത് ഇല്ലാതെ ചെയ്യാൻ സർക്കാരിനാണ് ബാധ്യത. ആ സർക്കാർ ഇപ്പുറത്ത് മദ്യം ഒഴുക്കുന്നൊരവസ്ഥയുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ലഹരി നിർമ്മാർജ്ജന സമിതി ഇങ്ങനെയുള്ള ഈ ഒരു സെക്രട്ടേറിയറ്റ് ധർണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇനി ഈ ഒരു സമരം ഞങ്ങൾ സൂചന സമരം മാത്രമാണ്. പാലക്കാട് കഞ്ചിക്കോട് ഈ ഇതുമായി മുന്നോട്ട് പോകുകയാണ്, സർക്കാർ വീണ്ടും പോകുകയാണെങ്കിൽ ഞങ്ങളുടെ സമരം ഇതുപോലെ ആയിരിക്കില്ല. ഞങ്ങൾ ജനങ്ങളെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് വലിയൊരു സമര പരിപാടികൾ ഇനി ആസൂത്രണം ചെയ്യും.